നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരും. ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായം നൽകുന്നതിൽ ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് കൈമാറും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ കടുത്ത നടപടിയില്ല. വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ആശുപത്രി കെട്ടിടങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സ്ഥാപന മേധാവികൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൈമാറും. മുപ്പത് വർഷം മുൻപ് 2 കൊലപാതകം നടത്തിയെന്ന് മലപ്പുറം സ്വദേശി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. 36 വർഷം മുൻപ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഒരാളെ കൊലപ്പെടുത്തിയെന്ന് മൊഴി. 39 വർഷം മുമ്പുള്ള കൊലപാതക വിവരം പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തിയത് 2 ദിവസം മുൻപ്. മുഹമ്മദ് അലിയുടെ മാനസിക നില പരിശോധിക്കാൻ പോലീസ്. സംസ്ഥാനത്ത് നിപ്പ ജാഗ്രത തുടരുന്നു. പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ബന്ധുവായ 10 വയസ്സുകാരിക്ക് പനി. കുട്ടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. നാട്ടുകല്ലിലും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തും. 2 മാസത്തിന്റെ ആർക്കെങ്കിലും നിപ്പ രോഗലക്ഷണങ്ങൾ ഉണ്ടായോ എന്നും പരിശോധിക്കും. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയി. മയോ ക്ലിനിക്കിലെ തുടർ ചികിത്സ 10 ദിവസം. പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല. ആരോഗ്യമേഖലയിൽ കാസർഗോഡ് ജില്ല കടുത്ത അവഗണന നേരിടുന്നതായി ആക്ഷേപം. ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതും അത്യാധുനിക സൗകര്യങ്ങളുടെ അപര്യാപ്തതയും പ്രതിസന്ധി. വിദഗ്ധ ചികിത്സയ്ക്കായി രോഗികൾ ആശ്രയിക്കുന്നത് മംഗലാപുരമോ മറ്റു ജില്ലകളോ. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിനോട് അനുകൂലമായി പ്രതികരിച്ച് ഹമാസ്. മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളിയായ ഖത്തറിനെയും ഈജിപ്തിനെയും നിലപാട് അറിയിച്ചു. വെടിനിർത്തലിനായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പ്രസ്താവന. ബർമിംഗ്ഹാം ടെസ്റ്റിൽ കരുത്തുകാട്ടാൻ ഇന്ത്യ. 1-ാം ഇന്നിംഗ്സിൽ 180 റൺസ് ലീഡ്. 3-ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 64 റൺസ് എന്ന നിലയിൽ. ഇംഗ്ലണ്ട് നിരയെ തകർത്തത് 6 വിക്കറ്റ് നേടിയ മുഹമ്മദ് സിറാജ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ടോപ്പ് ഹെഡ്ലൈൻസിൽ